ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസിന്റെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയോ? കണ്ടെത്തി. അതെത്ര പണമാണെന്ന് ഔദ്യോഗികമായി ആരെങ്കിലും വെളിപ്പെടുത്തിയോ? പണം കണ്ടെത്തിയ ഫയർഫോഴ്സോ ഒപ്പമുണ്ടായിരുന്ന പോലീസോ ജോലി ചെയ്യുന്ന ഡൽഹി ഹൈക്കോടതിയോ അന്വേഷണം പ്രഖ്യാപിച്ച സുപ്രീം കോടതിയോ അത് പറഞ്ഞില്ല. എത്ര പണമുണ്ടായിരുന്നെന്ന് ആരെങ്കിലും പറഞ്ഞോ? 15 കോടി രൂപയുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷനാണ്. എന്താണ് ബാർ അസോസിയേഷൻ പറഞ്ഞത്? ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും 15 ലക്ഷം പിടിച്ചാൽ അയാളെ ജയിലിലേക്ക് വിടും. ഹൈക്കോടതി ജസ്റ്റിസിന്റെ കൈകളിൽ നിന്നും 15 കോടി പിടിച്ചാൽ മാതൃകോടതിയിലേക്ക് സ്ഥലം മാറ്റം കൊടുക്കും. ഇങ്ങനെയാണ് അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ തിവാരി പ്രതികരിച്ചത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. ജസ്റ്റിസിന്റെ കയ്യിൽ കറൻസിയായി 15 CR. സമീപകാലത്ത് നിരവധി വിവാദ വിധികൾ ഉയർന്നു വന്നിട്ടുള്ള ഹൈക്കോടതിയാണ് അലഹബാദിലേത്. പക്ഷേ അവിടുത്തെ ഹൈക്കോടതി ബാർ അസോസിയേഷനിലെ മുഴുവൻ അംഗങ്ങളും ഒറ്റക്കെട്ടായാണ് ഈ പ്രമേയം പാസാക്കിയത്. പണം കണ്ടെത്തിയപ്പോൾ ഡൽഹിയിൽ നിന്ന് സ്വന്തം സ്ഥലമായ അലഹബാദിലെ ഹൈക്കോടതിയിലേക്ക് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാനുള്ള നീക്കം അവസാനിപ്പിക്കണം എന്നായിരുന്നു ആ പ്രമേയം. നേരത്തെ 7 വർഷം അലഹബാദ് ഹൈക്കോടതിയിലായിരുന്ന ജസ്റ്റിസ് വർമ്മ 2021 ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ഹോളിയുടെ തലേന്ന് ജസ്റ്റിസ് വർമ്മയുടെ വസതിയിൽ തീപിടുത്തമുണ്ടായപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വന്നത്. ജസ്റ്റിസ് വർമ്മ ആ സമയം വസതിയിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്നവർ ഫയർഫോഴ്സിനെ അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി തീ കെടുത്തി. ഇതിനിടയിലാണ് ഈ കെട്ടുകളായുള്ള പണം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് ഉടനെ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് അത് എണ്ണി നോക്കുമ്പോൾ എത്ര ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തിയില്ല. ഫയർഫോഴ്സും മിണ്ടിയില്ല. 15 കോടി രൂപയാണ് അതിലുണ്ടായിരുന്നത് എന്ന് പുറത്തു വന്നത് അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രതിനിധിയുടെ പ്രസ്താവനയിൽ നിന്നാണ്. ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഉടനടി ജസ്റ്റിസ് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ നീക്കം നടന്നു. സുപ്രീം കോടതി 3 അംഗ അന്വേഷണ കമ്മീഷനെ വച്ചു. കമ്മീഷൻ പോലീസ്, ഫയർഫോഴ്സ് വിഭാഗങ്ങളോട് വിശദീകരണം തേടി. ജസ്റ്റിസ് വർമ്മയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു. ഒരു ജസ്റ്റിസിന്റെ വസതിയിൽ നിന്ന് 15 കോടി രൂപ കണ്ടെടുത്തു എന്നാൽ ജുഡീഷ്യറി അത്രമേൽ കളങ്കപ്പെട്ടു എന്നാണ് അർത്ഥം. പണം കണ്ടെത്തി എന്ന് വ്യക്തമായി പറയുന്നതാണ് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധ്യായയുടെ റിപ്പോർട്ട്. 25 പേജുള്ള ആ റിപ്പോർട്ട് ഇപ്പോൾ സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയോട് ചേർന്നുള്ള ഔട്ട് ഹൌസിലാണ് തീ പിടിച്ചതെന്നാണ് ജസ്റ്റിസ് ഉപാധ്യായയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. പാതി കത്തിയ കറൻസികളുടെ വീഡിയോ ദൃശ്യം സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ ഹൈക്കോടതിക്ക് കൈമാറി. പണം കണ്ടെടുത്തത് ഒരു ഇരുട്ടുമുറിയിൽ നിന്നാണ്. ഭിത്തികളിൽ വിള്ളലുണ്ടായിരുന്നു. പകുതി കത്തിയ നോട്ടുകളും കത്തിക്കൊണ്ടിരുന്നവയും മുറിയിൽ കൂമ്പാരമായി ഇട്ടിരിക്കുകയായിരുന്നു. മുറി ആവശ്യമില്ലാത്ത സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നതായെന്നാണ് ജസ്റ്റിസ് വർമ്മയുടെ പ്രൈവറ്റ് സെക്രട്ടറി ചീഫ് ജസ്റ്റിസിന് കൊടുത്ത മൊഴി. പാഴ്വസ്തുക്കളാണ് കത്തിയതെന്നാണ് ജസ്റ്റിസ് വർമ്മ ആദ്യം മൊഴി നൽകിയത്. കത്തിയ നോട്ടുകെട്ടുകളുടെ ദൃശ്യം കാണിച്ചപ്പോൾ എന്തോ ഗൂഢാലോചനയുണ്ട് എന്നായിരുന്നു മൊഴി. താനോ കുടുംബാംഗങ്ങളോ ഔട്ട് ഹൌസിൽ പണം സൂക്ഷിച്ചിട്ടില്ല എന്നും തനിക്കെതിരെ ഗൂഢാലോചനയുണ്ടെന്നും ജസ്റ്റിസ് വർമ്മ മൊഴി നൽകിയിട്ടുണ്ടെന്നും ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റോറിലുണ്ടായിരുന്ന കുറെ വസ്തുക്കൾ തീപിടുത്തത്തിനു ശേഷം പുറത്തു കൊണ്ടുപോയി എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയത്. പോലീസ് വന്ന് പണം കണ്ടെത്തിയ ശേഷം മുറിയിൽ നിന്ന് വലിയ തോതിൽ കത്തിയ കറൻസികൾ നീക്കിയതെന്ന് സംശയിക്കുന്നതായും ചീഫ് ജസ്റ്റിസ് നൽകിയ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവിടെ തന്നെ അന്വേഷണം സംശയത്തിലാവുകയാണ്. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ മുറി സീല് ചെയ്യുകയാണ് ലോകത്തെല്ലായിടത്തും പോലീസ് ചെയ്യുക. ഇവിടെ മുറി അതുപോലെ തുറന്നിട്ട് പോലീസ് മടങ്ങുകയായിരുന്നു. ഇന്ത്യയിൽ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്നത് 2 ലക്ഷം രൂപയാണ്. അതിൽ 1 രൂപ പോലും കൂടുതൽ കണ്ടെത്തിയാൽ കേസെടുക്കാം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ നിയമ നടപടികൾ നടക്കുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ഈ 3 അംഗ അന്വേഷണ സമിതിയും മൊഴിയെടുപ്പുകളും ഒക്കെ. പക്ഷേ സംശയത്തിന്റെ നിഴലിലായ ഒരു ന്യായാധിപനെ സ്വന്തം തട്ടകത്തിലേക്ക് സ്ഥലം മാറ്റുന്നത് എന്തിനാണ്? ശിക്ഷാ നടപടിയുടെ ഭാഗമായാണോ, അന്വേഷണം നടക്കുമ്പോഴോ സാധാരണ വിദൂര സ്ഥലങ്ങളിലേക്കൊക്കെയാണ് സ്ഥലം മാറ്റേണ്ടത്? ഒരു ഹൈക്കോടതി ജസ്റ്റിസിന്റെ വസതിയിൽ നിന്ന് ഇത്രയേറെ പണം കറൻസിയായി പിടിച്ചെടുത്തു എങ്കിൽ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. നികുതി സംബന്ധമായ കേസുകളാണ് ജസ്റ്റിസ് വർമ്മ കഴിഞ്ഞ 3.5 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തത്. അതിൽ ചില വിധികളെങ്കിലും രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന ആരോപണം ഉയർന്നതുമാണ്. കോൺഗ്രസിന് കോടിക്കണക്കിന് രൂപയുടെ നികുതി ചുമത്തിയതിനെതിരായ ഹർജിയൊക്കെ എടുത്ത വഴി തള്ളി വിവാദത്തിലായ ആളാണ് ജസ്റ്റിസ് വർമ്മ.
CBI അന്വേഷിക്കുന്ന കേസിലെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നയാളാണ്. ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സിനെ വായ്പയെടുത്ത് വഞ്ചിച്ചു എന്ന കേസിലാണ് ജസ്റ്റിസ് വർമ്മയും ഉൾപ്പെട്ടത്. സിംഭോലി ഷുഗർ മിൽസ് എന്ന പഞ്ചസാര കമ്പനി 97 കോടി രൂപ കാർഷിക ആവശ്യത്തിനെന്ന പേരിൽ എടുത്ത് മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നാണ് കേസ്. വായ്പ എടുക്കുമ്പോൾ ജസ്റ്റിസ് വർമ്മ ആ കമ്പനിയുടെ ഡയറക്ടറാണ്. 2015 CBI രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം ഒരടി മുന്നോട്ട് പോയില്ല. FIR-ൽ ജസ്റ്റിസ് വർമ്മയുടെ പേരുമുണ്ടായിരുന്നു. മരവിച്ച അന്വേഷണം പുനരാരംഭിക്കാൻ 2024 ഫെബ്രുവരിയിൽ വിചാരണ കോടതി ഉത്തരവിട്ടു. ഇതിൽ അന്വേഷണം തുടങ്ങും മുൻപ് സുപ്രീം കോടതി കേസിൽ ഇടപെടുകയും എല്ലാ തരത്തിലുമുള്ള അന്വേഷണം ഉപേക്ഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. ഇതോടെ CBI-യുടെ പ്രാഥമിക അന്വേഷണം പോലും തടസ്സപ്പെട്ടു. പണം കണ്ടെത്തിയ കേസിൽ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ ഉയർത്തിയ ചോദ്യം തന്നെയാണ് ശേഷിക്കുന്നത്. സാധാരണക്കാരുടെ വീട്ടിൽ നിന്ന് 2,01,000 രൂപ പിടിച്ചാൽ പോലും ജയിലിൽ പോകണം. ജസ്റ്റിസിന്റെ വീട്ടിൽ നിന്നും 15 കോടി പിടിച്ചപ്പോൾ സ്വന്തം കോടതിയിലേക്കാണോ സ്ഥലമാറ്റം? ഇപ്പോ സംശയനിഴലിലായിരിക്കുന്നത് സീസറോ സീസറുടെ ഭാര്യയോ അല്ല, അതിനും മേലെ വിധി പറയേണ്ടവർ തന്നെയാണ്. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം.